നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഓണക്കാലമാണ്. വിവിധ ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഓണത്തിന് മുൻപ്, ഉത്രാടത്തിന് മുൻപ് നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നൊക്കെയാണ് കർശന നിർദ്ദേശം. ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് 19-ാം തീയതി മുതൽ തന്നെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. എന്നാൽ കൈകളിലേക്ക് ആ ദിവസങ്ങളിൽ വിതരണം നടന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളുടെ കൈകളിലേക്ക് ധനസഹായം എത്തിച്ചേരും. സഹകരണ ബാങ്കുകളിൽ തുക എത്തിച്ചേർന്ന് അവിടുത്തെ ജീവനക്കാർ നമ്മളുടെ വീടുകളിലേക്ക് തുക കൈമാറേണ്ടതുണ്ട്. 2000 രൂപയും സുരക്ഷിതമായിട്ട് എത്തിച്ചേരും. ഉത്രാടത്തിന് മുൻപ് തന്നെ നമുക്ക് ആനുകൂല്യം പരമാവധി പൂർത്തിയാക്കുകയും ചെയ്യും. നിലവിൽ ഈ മാസം 31-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും അത്രയും നീണ്ടു പോകില്ല. കാരണം ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് വിതരണം ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും കാരണവശാൽ നമ്മളുടെ പക്കലേക്ക് ആനുകൂല്യം ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബാങ്കിൽ വിളിച്ച കാരണം അന്വേഷിക്കുക. കാരണം ഓണ ആഘോഷത്തിന് വേണ്ടി, അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു ധനസഹായം മുൻകൂറായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത്. 3-ാമത്തെ ആഴ്ച തന്നെ വിതരണം പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ധനസഹായം ലഭിക്കാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്രദമായ ഒരു അറിയിപ്പായിരിക്കും. കാരണം എല്ലാ മേഖലകളിലും സജീവമായിട്ട് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും മേഖലയിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അറിയുന്നതിന് വേണ്ടിയാണ് ആ കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ കേന്ദ്ര പെൻഷൻ വിഹിതം ഈ ആഴ്ച തന്നെ വിതരണം ഇനിഷ്യേറ്റ് ചെയ്യും. ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ക്രെഡിറ്റ് ആവുന്നത്. എന്നാൽ അതിന് അല്പം കൂടി കാലതാമസം ചിലർക്ക് അനുഭവപ്പെട്ടേക്കാം. കാരണം ഓഗസ്റ്റ് മാസം 31-ാം തീയതിക്കൊക്കെ മുൻപായിരിക്കും ഇത്തരത്തിൽ വിതരണം അക്കൗണ്ടിലേക്ക് പൂർത്തിയാവുക. കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ തുക വിതരണം നടത്തേണ്ടത്. ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തും. 200, 300, 500 രൂപ എന്നിങ്ങനെ കുറവ് വന്നിട്ടുള്ളവർക്കെല്ലാം കേന്ദ്ര വിഹിതം ലഭിക്കേണ്ടവരാണ്. അത് ആ തുക വളരെ വൈകാതെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കെല്ലാം 1200 രൂപ വീതം ഓണ സമ്മാനം, അതിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 100 പ്രവൃത്തി ദിനങ്ങൾ അത് സജീവമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള, കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കൊക്കെയാണ് ഈ ഒരു ധനസഹായത്തിന് അർഹതയുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക്, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ മേഖലകളിൽ സ്ഥിര, താൽക്കാലിക, കരാർ തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉത്സവബത്ത, ഓണം പ്രത്യേക അലവൻസുകൾ, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം വിതരണം നടക്കുന്ന സമയമാണിപ്പോൾ. എല്ലാ ആനുകൂല്യങ്ങളും ഉത്രാടത്തിനൊക്കെ മുൻപ് തന്നെ, അല്ലെങ്കിൽ പരമാവധി ഉത്രാടം വരെ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ധനവകുപ്പ് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗജന്യ ഓണക്കിറ്റ് വാങ്ങാനുള്ളവർ ഈ മാസം 25-ാം തീയതിക്ക് മുൻപ്, അല്ലെങ്കിൽ 25-ാം തീയതിയോടെ ആനുകൂല്യം കൈപ്പറ്റണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 854 രൂപയോളം വില വരുന്ന സൗജന്യ കിറ്റ്, 16 ഇനങ്ങൾ ഉൾപ്പെടുന്ന സൗജന്യ കിറ്റാണ് സംസ്ഥാനത്തെ AY റേഷൻ കാർഡുകൾക്ക് വിതരണം നടക്കുന്നത്. ഇനി BPL, APL കാർഡുകൾക്കൊക്കെ ഇത്തരത്തിൽ കിറ്റുകളില്ല എന്നൊരു കാര്യം ഓർത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 150 രൂപ മുതൽ 500 രൂപയുടെ വരെ അധിക ഉൽപ്പന്നങ്ങൾ ചേർത്ത് പ്രത്യേക കിറ്റുകൾ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നുണ്ട്. നിലവിൽ 21 ഇനങ്ങൾ ഉൾപ്പെടുന്ന അത്തം കിറ്റ്, അതോടൊപ്പം തന്നെ 25 ഇനങ്ങൾ ഉൾപ്പെടുന്ന ഉത്രാടം കിറ്റ്, 30 ഇനങ്ങൾ ഉൾപ്പെടുന്ന തിരുവോണം കിറ്റ്. അപ്പോൾ ഈ കിറ്റുകളെല്ലാം തന്നെ സജീവമായിട്ടുണ്ട്. നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. 1000 രൂപ, 1500 രൂപ, 2000 രൂപ എന്നിങ്ങനെയായിരിക്കും നിരക്ക്. പക്ഷേ ഇതിൽ 500 രൂപയുടെ വരെ അധിക ഉൽപ്പന്നങ്ങൾ കിറ്റിൽ ചേർത്തിട്ടുണ്ടെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി വിഹിതം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ റേഷൻ കാർഡുകൾ വഴി ഈ അരി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. മുൻഗണനേതര കാർഡ് ഉടമകളെല്ലാം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. സപ്ലൈകോ വഴി 13 പേരെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, കിറ്റുകൾ ആവശ്യമാണെങ്കിൽ ഇത്തരത്തിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള കിറ്റുകൾ, ഇതെല്ലാം തന്നെ വാങ്ങാനുള്ള അവസരമുണ്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.